അപ്പോൾ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ. പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീന ക്വാർട്ടർ ഫൈനൽ വരുമോ, അതോ സെമി വരുമോ, അതോ ഫൈനൽ വരുമോ? ലയണൽ മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ, ദ ലാസ്റ്റ് ഡാൻസ്. ഇവരുടെയൊക്കെ വേൾഡ് കപ്പിൻ്റെ ലാസ്റ്റ് ഡാൻസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയാം, പക്ഷെ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു ലയണൽ മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ, പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീന വേൾഡ് കപ്പിൽ നടക്കണം എന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് പോർച്ചുഗൽ ഈ ഒരു കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മാച്ചിൽ വിജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി ക്വാർട്ടർ ഫൈനലിൽ അങ്ങനെ ഒരു മാച്ച് വന്നേനെ. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മാച്ച് ഡ്രോ ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഫൈനലിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റിയാലിറ്റി. ഇനി ഫൈനലിൽ മാത്രമേ പോർച്ചുഗലും അർജൻറ്റീനയും ഏറ്റുമുട്ടുകയുള്ളൂ. ഇറ്റ്സ് എ ഫാക്ട്. അതെന്തായാലും കൺഫേം ആയിട്ടുണ്ട്. കാരണം പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മാച്ച് എന്ന് പറയുന്നത് എങ്ങനെ ഇപ്പോൾ പറയാം, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൊളംബിയൻ ഡോമിനേഷൻ എന്നൊക്കെ പറയുന്നത്. യുഎഫ നാഷൻസ് ലീഗ് അടിച്ച് വന്ന പോർച്ചുഗലിനെ ലിറ്ററലി വെള്ളം കുടിപ്പിക്കടേ കൊളംബിയ. ഞാൻ ആ അന്തം വിട്ടുപോയി. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്താണ് അവിടെ മയാമി ഗ്രൗണ്ടിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി ലിറ്ററലി. ക്രിസ്ത്യാനോക്കൊക്കെ വളരെ വളരെ കുറച്ച് ബോൾ മാത്രമേ ടച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. ലിറ്ററലി കൊളംബിയൻ ഡോമിനേഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ഹാമിസ് റോഡ്രിഗസ്, ദെയർ നമ്പർ 10, ദെയർ ക്യാപ്റ്റൻ, ദെയർ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ കറന്റ് ടീം. ലൂയിസ് ഡേസ് ആണ് ഏറ്റവും ബെസ്റ്റ്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഹാമിസ് റോഡ്രിഗസ് ഇൻ ദാറ്റ് യെല്ലോ ജേഴ്സി, കൊളംബിയൻ ജേഴ്സിൽ ഈസ് ഡിഫറെൻറ്റ്, ഈസ് എ ബീസ്റ്റ് മോഡ്. പുള്ളിയും കിടിലം കളി, നല്ല നല്ല ത്രൂ ബോളുകൾ എടുക്കുക. ഡിഫെൻസീവ് ഡോമിനേഷൻ ഫോർ കൊളംബിയ. ഗോൾ കീപ്പിംഗ് കുഴപ്പമില്ല, നൈസാണ്. അത്രയധികം ചലഞ്ചസ് ഗോൾ കീപ്പിങ്ങിന് വന്നിട്ടില്ല. ഒരു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിഫ്ലക്സ്, ആ ഒരു റിഫ്ലക്സ് മാത്രം മതി. കൊളംബിയൻ്റെ ഗോൾ കീപ്പർ ഇന്ന് എത്രത്തോളം ഫോമിലാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, ഡിഫൻസ് കംപ്ലീറ്റ്ലി ഡോമിനേഷൻ. 2 വിങ് ബാക്സ് കറക്റ്റ് പ്രോപ്പറായിട്ട് മുകളിലോട്ട് കയറി പോകുന്നു, അതേപടി തിരിച്ചു വരുന്നു. 2 CB-മാർ കിടിലം കളി. മിഡ്ഫീൽഡ് ഡോമിനേഷൻ മാൻ. ആരൊക്കെയാണ് ഓപ്പോസിറ്റുള്ളത്? വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ്, വിറ്റീനിയ. ജാവോ നവാസ് ഇല്ല, പകരം റൂബൻ നവാസിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ വിറ്റീനിയ ഈസ് ദർ. വിറ്റീനിയ ഒറ്റക്ക് മതി ആ ഒരു മിഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വിറ്റീനിയൊക്കെ ലിറ്ററലി സൈലൻ്റ് ആയിപ്പോയി, വായ മൂട്ടി നിൽക്കേണ്ട സിറ്റുവേഷൻ ആയിപ്പോയി. കാര്യം പറയാലോ, എൻ്റെ മോനെ എജ്ജാതി മിഡ്ഫീൽഡ് ഡോമിനേഷൻ ഫ്രം കൊളംബിയൻ സൈഡ്, എജ്ജാതി. വിറ്റീനിയ ഈസ് ഓൺലി ഓൺ ക്ലബ് എന്ന് പറയേണ്ടി വരും. ലിറ്ററലി നാഷണൽ ടീമിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കറൻ്റ്ലി ഇപ്പോൾ വേൾഡ് കപ്പിൽ. സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് ജാവോ നവാസിനെയും കൊണ്ടുവന്നു, ബട്ട് സ്റ്റിൽ ദർ ഈസ് നോ യൂസ്. 70 മിനിറ്റ് ആയ സമയത്ത് വിറ്റീനിയനെ സബ് ചെയ്ത് കയറ്റി വിടേണ്ടി വന്നു. കാരണം വിറ്റീനിയൻ്റെ ഭാഗത്തൊന്നും നല്ലൊരു പ്രോപ്പർ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഫോർ ടീം ഫ്രം മിഡ്ഫീൽഡ് ടു അറ്റാക്ക് വരുന്നില്ല. വിറ്റീനിയ ലിറ്ററലി അവിടെ ഡിസപ്പോയിൻ്റ് ചെയ്തു. പിന്നെ കൊളംബിയൻ്റെ അറ്റാക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ, നല്ലൊരു പ്രോപ്പർ ഫിനിഷ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ മോനെ ഈ കൊളംബിയൻ ടീം ലിറ്ററലി ഡിസ്ട്രോയ് ചെയ്ത് വിട്ടേനെ പോർച്ചുഗലിനെ. നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നേനെ പോർച്ചുഗൽ എന്ന് പറയുന്നത്. 23 ഷോട്ടെങ്ങാണ്ട് എൻ്റെ കൊളംബിയ എടുത്തിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ നിന്നും മറിഞ്ഞും സേവ് ചെയ്യുക. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി കൊളംബിയ അടിക്കുന്ന ഷോട്ടുകളെല്ലാം ഗോൾ കീപ്പറിൻ്റെ ഏതാണ്ട് കൈയിൻ്റെ അടുത്തോട്ടായിപ്പോയി. ഓക്കെ, ഇവന്മാർ അടിക്കുന്ന ഷോട്ടുകളെല്ലാം ഏതാണ്ട് കൈയിൻ്റെ അടുത്തോട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയത്. ബട്ട് സ്റ്റിൽ ഡിയാഗോ കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് സേവ് ചെയ്തു, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ട ഒരു പേരാണ് പോർച്ചുഗലിൻ്റെ ഡിഫൻഡർ റൂബൻ ഡയസ്. അവസാനം ഒരു ക്രോസ് ഉണ്ടായിരുന്നു, ഡിഫ്ലക്റ്റഡ് ആയിട്ട് പോസ്റ്റിക്ക് വരിക. തൊട്ട ബാക്കിൽ അരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള കൊളംബിയൻ്റെ മിഡ്ഫീൽഡർ തൊട്ട ബാക്കിലുണ്ട്. റൂബൻ ഡിയാസ് അതൊരു ഹെഡ് ചെയ്ത് കളഞ്ഞു. ഇറ്റ്സ് എ ക്ലാസ് ഡിഫെൻഡിങ്. ഈസ് വൺ ഓഫ് ദ ക്ലാസ് വേൾഡ് ക്ലാസ് ഡിഫൻഡർ എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫെൻഡിങ് ആയിരുന്നു അത്, ആ ഹെഡ് ചെയ്ത് കളഞ്ഞത്. അത് മേ ബി ഐക്കോണിക് ആയിരിക്കും, പോർച്ചുഗലിൻ്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ഐക്കോണിക് ഒരു ഡിഫെൻഡിങ്ങിലൊന്നായിരിക്കും ഈ ഒരു റൂബൻ ഡിയാസിൻ്റെ ഈ ഒരു സേവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറയട്ടെ, 38 മിനിറ്റ് വരെ, 38ാമത്തെ മിനിറ്റ് വരെ ലിറ്ററലി കൊളംബിയൻ ഡോമിനേഷൻ ആയിരുന്നു. പോർച്ചുഗലിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 38 മിനിറ്റിന് ശേഷം പിന്നെ ഒരു റിതം കണ്ടെത്തി. അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് ഇല്ലേ, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ പോർച്ചുഗൽ നിന്ന് വെള്ളം കുടിക്കുക. ഹൈഡ്രേഷൻ ബ്രേക്കിൽ എന്ത് ചെയ്തു, റഫറി പറഞ്ഞു നിങ്ങൾ എന്തായാലും ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം കുടിക്കല്ലേ, ഇനി ഒരു കാര്യം ചെയ്യും, ഡഗ് ഔട്ടിൽ പോയി കുറച്ച് വെള്ളം കുടിക്കുക. എന്നിട്ട് ഡഗ് ഔട്ടിലോട്ട് ഹൈഡ്രേഷൻ ബ്രേക്കിന് എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ് കുറച്ചും കൂടി ഒരു ചേഞ്ചസ് വന്നത്. ഓക്കെ, എന്താ പറയുക പോർച്ചുഗലിനെ കുറിച്ച്. പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റ, മറ്റേ സെമഡോ ആയിരുന്നു റൈറ്റ് ബാക്കിൽ.
VA ഗെയിം റൂബൻ ഡിയാസും ഡിഫൻഡേഴ്സ്. ലെഫ്റ്റ് ബാക്കിൽ നുനോ മെൻഡസ്, വിറ്റീനിയ, റൂബൻ നവാസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, ജാവോ ഫെലിക്സ്, പെഡ്രോ നെറ്റോ. എന്ത് ടീമാണ്, എവിടെയൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സാണ് ഇതൊക്കെ. ഒരു റൂബൻ നവാസ് മാത്രമാണ് അൽ ഹിലാൽ, ബാക്കിയൊക്കെ എവിടെയൊക്കെ. ഈ ടീം ലിറ്ററലി സ്ട്രഗിൾ ചെയ്യായിരുന്നു എന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം പോർച്ചുഗൽ പിന്നെ ഒരു അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ചാൻസ് ഫ്രം ഹാവോ കൺസേലോ, സെമഡോ അല്ല കേട്ടോ റൈറ്റ് ബാക്ക്, ഹാവോ കൺസേലോ ആണ്, ഹാവോ കൺസേലോൻ്റെ ഒരു ബോള് ടു ആർക്ക്, ബ്രൂണോ ഫെർണാണ്ടസ്. അത് കൊളംബിയൻ ഡിഫൻഡറിന് ജസ്റ്റ് മിസ്, പുള്ളിക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കയ്യിലോട്ട് കിട്ടി. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു പവർഫുൾ ഷോട്ട് അടിച്ചു, പക്ഷേ കൊളംബിയൻ ഗോൾ കീപ്പർ ഹീ ജസ്റ്റ് സേവ്ഡ് ഇറ്റ്. അതായിരുന്നു പോർച്ചുഗലിലെ വൺ ഓഫ് ദ ബിഗ് മൊമെൻറ്റ് ഇൻ ദിസ് മാച്ച്. ഈ മാച്ചിലെ ബിഗ് മൊമെൻ്റ് ഉള്ളവർ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ബിഗ് മൊമെൻറ്റ് വന്നുകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റാഫേൽ ലിയോൻ്റെ അവസാനത്തെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ അത് റാഫേൽ ലിയോക്ക് വേണമെങ്കിൽ പാസ് കൊടുക്കായിരുന്നു, പക്ഷേ പാസ് കൊടുക്കാതെ പുള്ളി തന്നെ അടിച്ചു, വൈഡായി പോയി. അതായിരുന്നു വൺ ഓഫ് ദ ബിഗ് മൊമെൻറ്റ് ഫോർ പോർച്ചുഗൽ. കൊളംബിയ മാൻ ലൂയിസ് ഡയസിലൂടെ, ഹാമിസ് റോഡ്രിഗസിലൂടെ, ബാക്കി പിന്നെ വേറെ ആരൊക്കെയുണ്ട്, നോൺ പ്ലേയേഴ്സ് ഒന്നും വല്ലാതെ അറിയുന്നവരില്ല. ബട്ട് സ്റ്റിൽ ദേ ആർ അറ്റാക്കിങ്. ഞാൻ പറഞ്ഞോ, ബോള് പൊസഷൻ ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോസ്റ്റ് ചെയ്ത ബോൾ തിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് പോർച്ചുഗലിൽ ഏതാണ്ട് 1 മിനിറ്റ് 1.5 മിനിറ്റ് അതൊക്കെയാണ് ഒരു ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ വിത്തിൻ 30 സെക്കൻഡ്സ് കൊളംബിയ പൊസിഷൻ തിരിച്ചെടുക്കും. ഏറ്റവും കൂടുതൽ റിതം, നിങ്ങൾ ആ ഹീറ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ മതി, റിതം ഏറ്റവും കൂടുതലുള്ളത് ദാറ്റ്സ് ഫോർ കൊളംബിയ. കൊളംബിയ ലിറ്ററലി കുക്ഡ് തന്നെ പറയേണ്ടി വരും. ഇതൊരു സമനിലയല്ല, സംഭവം കൊളംബിയ ജയിച്ചേക്കാണ്. അവസാനം ആ ഹെഡർ ഗോൾ നമ്മൾ കണ്ടു. ആ ഹെഡർ ഗോൾ കൊളംബിയ സമനിലയായത് ഒരു ടോൻ്റെ ഒരു, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്താം വിരലിൻ്റെ ഒരു അറ്റം, കാലിൻ്റെ തന്താം വിരലിൻ്റെ ആ ഒരു നഖം, അങ്ങനെ പറയേണ്ടി വരും. ആ ഒരു ഇതിലാണ് കൊളംബിയ ഇന്നത്തെ മാച്ച് സമനിലയായത്. ലിറ്ററലി സ്റ്റിൽ കൊളംബിയ തന്നെയാണ് ഗ്രൂപ്പ് ചാമ്പ്യൻസ്. അവർക്ക് സമനിലയായാലും ഗ്രൂപ്പ് ചാമ്പ്യൻസ് അവർ തന്നെയാണ്. എന്തായാലും ക്രൊയേഷ്യൻ്റെ അടുത്ത് നിന്നും പോർച്ചുഗലിന് പോന്നു. ഈ ഒരു ടീം എന്ന് പറയുന്നത് സ്റ്റാർസ് കുറേ പേരുണ്ട്, കുറേ ഹൈപ്പ് ഉണ്ട് പോർച്ചുഗലിന്. ഉസ്ബെക്കിസ്ഥാനെതിരെ നല്ലൊരു ടീം പ്ലേ നമ്മൾ കണ്ടു, ബട്ട് അത് ഇവിടെ കാണാൻ പറ്റിയില്ല. പിന്നെ ക്രിസ്ത്യാനോക്ക് വല്ലപ്പോഴും ബോൾ കിട്ടുന്നുള്ളൂ. എന്തായാലും ക്രൊയേഷ്യൻ്റെ അടുത്ത് നിന്ന് മാറിയാണ്ട് ഗാനനെയാണ് കിട്ടിയിട്ടുള്ളത് പോർച്ചുഗലിന്. ഐ തിങ്ക് ഗാന തന്നെയാണ് പോർച്ചുഗലിന് റൗണ്ട് ഓഫ് 32 കിട്ടിയിട്ടുള്ളത്. ഗാന എന്ന് പറയുന്നത് ബസ് പാർക്ക് ചെയ്തിട്ടതുപോലെയാണ് ഡിഫെൻഡിങ്ങിൽ. അവരും മറ്റേ കൊങ്കോനെ പോലെ വല്ലപ്പോഴും വന്നൊരു ഗോൾ വിട്ട് തോൽപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് എലിമിനേറ്റഡ്. ഇനിയൊരു പരീക്ഷണവും സമനിലയും ഒന്നുമില്ല. ഇനി നേരെ നോക്കൗട്ടാ. ഇനി ഗോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോയി, കയ്യിൽ നിന്ന് പോയി, എലിമിനേറ്റഡ് ആയിപ്പോൾ ലിറ്ററലി. എന്തായാലും കൊളംബിയ സെക്കൻഡ് ഹാഫിൽ കൊളംബിയ വീണ്ടും നൈസ് കളി കളിച്ചു. എനിക്ക് ആകെ സെക്കൻഡ് ഹാഫിൽ ഒരു സങ്കടം ഉണ്ടായത് ഹാമിസ് റോഡ്രിഗസിന് എന്തിനാ 75ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നാണ്. കാരണം അത്രയും നല്ല ത്രൂ ബോൾ കൊടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറങ്ങി വന്ന പ്ലെയർ ആയാലും ഹാമിസ് റോഡ്രിഗസ് എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അത് കണ്ടിന്യൂ ചെയ്തു പോയി. നല്ല ത്രൂ ബോളുകൾ കൊടുക്കുക. എന്തായാലും അവ പുള്ളി പോയതിൻ്റെ ശേഷം നല്ല ചാൻസുകൾ കിട്ടിയിരുന്നു. ലൂയിസ് ഡയസ് എന്താ എനിക്കറിയില്ല, ലൂയിസ് ഡയസ് നല്ലൊരു ഫിനിഷറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും നല്ലൊരു ഫിനിഷിങ് പരിപാടി വന്നിട്ടില്ല ഇന്ന് കഴിഞ്ഞ മാച്ചിൽ. അതിന് മുമ്പത്തെ മാച്ചും, അതായത് കൊങ്കോനെതിരെയും പിന്നെ അതുപോലെ തന്നെ ഏതായിരുന്നു ടീം ഉസ്ബെക്കിസ്ഥാനെതിരെയും കളിച്ച സമയത്ത് അത്രയുണ്ട് അന്നുണ്ടായിരുന്ന ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു എജിലിറ്റി ഒന്നും ഈ ഒരു മാച്ചിൽ കണ്ടില്ല. അത് കൊളംബിയൻ ടീമിനെ നല്ലപോലെ ബാധിച്ചു. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും സെറ്റായിരുന്നു. ലൂയിസ് ഡയസ് മോശമായി കളിച്ചു എന്നല്ല കേട്ടോ, ഓക്കെ പെർഫോമൻസ്, ഒരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്. ബാക്കിയുള്ളവർ എങ്ങനെയാണ് അതുപോലെ തന്നെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്തിയപ്പോൾ ലൂയിസ് ഡയസ് ആണ് അവിടെ ഫിനിഷ് ചെയ്യേണ്ട ഒരാളുള്ളത്. പക്ഷേ പുള്ളിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പോർച്ചുഗൽ രക്ഷപ്പെട്ടു. ലിറ്ററലി ഞാൻ പറയും രക്ഷപ്പെട്ടതാ. ഒന്നും പറയാനില്ല, തോൽക്കാതെ കഴിച്ചിലായതാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കൊളംബിയൻസ് ആയി ലിറ്ററലി ഡോമിനേറ്റ് ചെയ്തു. ഇനി ഞാൻ പറയട്ടെ, ഇനി പോർച്ചുഗലിന് റൗണ്ട് ഓഫ് 32 ഗാനയാണ്. ഇനി എന്തായാലും നമുക്ക് അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ എന്നുള്ള ആ ഒരു പരിപാടി ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അർജൻറ്റീന ഇപ്പോൾ അൾജീരിയല്ലോ ഏതോ ഒരു ടീം ജോർഡനെതിരെ ഇപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-0 സ്കോറിന് അർജൻറ്റീന മുന്നിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആരായിരിക്കും? അർജൻറ്റീനക്ക് എന്തായാലും ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. അവർക്ക് കാപ്പവേർഡെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞു ടീമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വേൾഡ് കപ്പാണ്, എല്ലാം ടഫായിരിക്കും, എന്തും സംഭവിക്കാം അവിടെ. സോ അവർക്ക് അങ്ങനെയാണ് കിട്ടുക. പക്ഷേ അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ എന്നുള്ള ആ ഒരു പരിപാടി നമുക്ക് എന്തായാലും ക്വാർട്ടർ ഫൈനൽ ഇനി കാണാൻ പറ്റില്ല, സമനില ആയതുകൊണ്ട് തന്നെ. ഇനി അത് ഫൈനലിൽ മാത്രമേ കാണാൻ പറ്റില്ല. അത് സംഭവിച്ച ഒരു കിടിലം പരിപാടി. പക്ഷേ ഈ ടീമൊന്നും ഫൈനൽ വരെ എത്തുന്നത് എനിക്ക് തോന്നുന്നില്ലടി. എനിക്കറിയില്ല, എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നലാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൊളംബിയനായിട്ട് ലിറ്ററലി ആ ഒരു പ്രതീക്ഷ എല്ലാം പോയി, എക്സ്പെക്ടേഷൻസ് എല്ലാം പോയി. ഇത് കുറേ ആൾക്കാരുണ്ട് എന്നല്ല, അത് കളിക്കണില്ല. ജാവോ ഫെലിക്സ് പിന്നെയും കളിക്കുന്നുണ്ട്, അൽ നസറിലുള്ള പെഡ്രോ നെറ്റോ എന്താ കാണിക്കുന്നത്?
ജാ ഫെലിക്സിനെ മാറ്റി ലിയോ വന്നപ്പോൾ പിന്നെ ഒരു സ്പ്രിന്റ് ചെയ്ത് 1-2 ഓട്ടങ്ങൾ നടത്തുന്നുണ്ട്. മിഡ്ഫീൽഡ് ഈസ് ലിറ്ററലി ഡിസാസ്റ്റർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. മിഡ്ഫീൽഡ് ബ്രൂണോ ഓക്കെ ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള ആ ഒരു പെർഫോമൻസ് ഒന്നും ഇവിടെ ഇല്ല, കൊളംബിയക്കെതിരെ ഇല്ല. ഒരു ബിഗ് മാച്ചസ് വരുന്ന സമയത്ത് ഫോം ആയില്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേ മേക്കർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ ഹീസ് ബ്രൂണോ ഫെർണാണ്ടസ്. ബട്ട് ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. വിറ്റീനിയ വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡറാണ്, പക്ഷേ നോട്ട് ഇൻ പോർച്ചുഗൽ നാഷണൽ ടീം, ഓൺലി ഓൺ PSG എന്ന് പറയേണ്ടി വരും. നാഷൻസ് ലീഗിൽ നൈസായിട്ട് കളിച്ചിരുന്നു, പക്ഷേ ഇവിടെ വേൾഡ് കപ്പിൽ ഇതുവരെ പുള്ളിയുടെ ക്ലാസ്സിനൊത്ത പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടില്ല. ടീമിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടില്ല. ജാവോ നാവാസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞത് ഒരു നോർമൽ പ്ലെയറാണ്, പുള്ളി നമ്മളെപ്പോലെ ഒരു നോർമൽ പ്ലെയറാണ്. ജാവോ നാവാസ് നിൽക്കുന്നത് പുള്ളിയുടെ പീക്കിലാണ്, ഏറ്റവും പീക്ക് ടൈമിലാണ്. അങ്ങനത്തെ ആ ഒരു പീക്ക് ടൈമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കുറച്ച് പിള്ളേരെയും വെച്ച് യൂറോ കപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൈക്കിൽ നിന്നുള്ള വർത്തമാനം മാത്രം പോരാ, ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം ലിറ്ററലി. അത് നമുക്ക് ക്രിസ്ത്യാനോനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു പരിപാടി വരും. ക്രിസ്ത്യാനോ ഇപ്പോൾ 41 വയസ്സായി, പുള്ളിക്ക് ആ ഒരു ടീമിന് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഹീസ് ഡൂയിങ് ഈസ് ബെസ്റ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ അത്രയധികം ടച്ചസ് ഒന്നും പുള്ളിക്ക് വന്നിട്ടില്ല, ബോൾ കിട്ടിയിട്ടില്ല. ഹീസ് എ സ്ട്രൈക്കർ, ബോൾ കിട്ടിയാൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ പുള്ളിക്ക്. പിന്നെ പുള്ളിയും കമ്പാരിറ്റീവ്ലി ഒരു ഓക്കെ ഫോം, അത്രയേ ഉള്ളൂ. ജാവോ നാവാസ് വാട്ട് ഹീസ് ഡൂയിങ്, പുള്ളി എന്താ ചെയ്യുന്നത്? പ്രൈം ടൈമിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോമിൽ, ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബിൽ 2 ചാമ്പ്യൻസ് ലീഗൊക്കെ അടിച്ച് ആ ടീമിന് ഏറ്റവും വേണ്ട കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് പോർച്ചുഗൽ ടീമിൽ എന്ത് കാണിക്കുന്നത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രം. നമുക്കിപ്പോൾ അത് ചോദിക്കുക, അത് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പുള്ളി കേൾക്കില്ല, അത് കൺഫേം, അതൊന്നും നമുക്കറിയില്ല. സോ എന്തായാലും ഇതാണ് പോർച്ചുഗൽ ടീമിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ദേ ആർ ലിറ്ററലി സ്ട്രഗിളിങ്. ഇനി റൗണ്ട് ഓഫ് 32 ഗാനനായിട്ട് നമുക്ക് കാണാം. ഗാനനെയാണ് ഐ തിങ്ക്, ഞാൻ കണ്ടിടത്തോളം ഗാനനെയാണ്. ഈ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ. പിന്നെ എൻ്റെ വേൾഡ് കപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഇട്ടേക്കും. സോ ഇത്രയൊക്കെയാണ്. ഇനി അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ നമുക്ക് ഫൈനലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ പിന്നെ കൊങ്കോ ഇവരേറ്റ് ഉസ്ബെക്കിസ്ഥാനായിട്ട് 3-1 സ്കോറിന് വിജയിച്ചു. അവരും റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ആയി. കൊങ്കോ ക്വാളിഫൈ ആയി. ലിറ്ററലി ഈ ഒരു മാച്ച് തോറ്റിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊങ്കോ 2ാം സ്ഥാനത്തിലല്ലേ, ഉസ്ബെക്കിസ്ഥാൻ ഒരു 5-0 ജയിച്ചതുകൊണ്ട് തന്നെ ഗോൾ ഡിഫറൻസ് കൂടുതൽ പോർച്ചുഗലിനായിരിക്കും. കൊങ്കോ എപ്പോഴും 3ാം സ്ഥാനം തന്നെ ആയിരിക്കും. 3 പോയിന്റുള്ള സ്കോട്ട്ലൻഡൊക്കെ പോയി. അത് ഈ ഗ്രൂപ്പിലല്ല, ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ സ്കോട്ട്ലൻഡൊക്കെ എലിമിനേറ്റഡ് ആയിപ്പോയി. കുറേ പേര് എലിമിനേറ്റഡ് ആയിപ്പോയി. കൊങ്കോ കയറി, കാപ്പവേർഡെ കയറി, അങ്ങനെ കുറച്ച് പേര് കയറി. അപ്പോൾ വേൾഡ് കപ്പ് ഈസ് ഗെറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് വെൻ ഇറ്റ് കംസ് ടു നോക്കൗട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇനി റൗണ്ട് ഓഫ് 16 എങ്ങനെയായിരിക്കും, റൗണ്ട് ഓഫ് ക്വാർട്ടർ ഫൈനൽ എങ്ങനെയായിരിക്കും, സെമി ആയിരിക്കും, മൊത്തത്തിൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണ്. സോ ഇനി നമുക്ക് നോക്കാം എന്തായാലും. സോ എൻ്റെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.